നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഭാഷ് മാത്സ് ക്ലാസ്സിന് മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിൽ സ്വാഗതം. നമ്മളിന്ന് എൻട്രൻസിന് വേണ്ടിയുള്ള മാത്സിൻ്റെ ഒരു സൂപ്പർ പ്രോബ്ലമാണ്, സിമ്പിൾ മെത്തേഡ് കൂടെയാണ് ചെയ്യാൻ പോകുന്നത്. ബോർഡത്തെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. ഡൊമൈന് റേഞ്ച് എക്സാമിൻ്റെ ഷുവർ ക്വസ്റ്റനാണ് എൻട്രൻസിന് വേണ്ടി. അതെല്ലാ ഇതിനും ചോദിക്കും. അത് പല ടൈപ്പിലുണ്ട്. ഈ എൻട്രൻസിന് ഡൊമൈനും റേഞ്ച് ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ റേഞ്ച് മാത്രമുള്ളതാണ്. ഇത് കുട്ടികൾക്ക് പലപ്പോഴും വളരെ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒരു ക്വസ്റ്റനാണ് ഈ ഡൊമൈനും റേഞ്ചും. അതിൻ്റെ കാരണം തന്നെ ഉണ്ട്. ഓരോ ക്വസ്റ്റനും ഓരോ രീതി കൂടെ എൻ്റെ ആൻസർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാതെ എല്ലാത്തിനും കോമൺ വഴിയല്ല. അപ്പോൾ ഒരു തരുന്ന ഫംഗ്ഷനെ ബേസ് ചെയ്താൽ, ഇതിപ്പോൾ നമ്മുടെ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആകുമ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. റൂട്ടിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം, ഫ്രാക്ഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം, മോഡുലസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഓരോ ക്വസ്റ്റനും ഓരോ രീതി കൂടി ആയതുകൊണ്ട് ഇത്തിരി ടഫാണ്. അപ്പോൾ നമ്മൾ അതിനെ ഏറ്റവും സിമ്പിളായിട്ട് ഒന്ന് ചെയ്ത് കാണിക്കുകയാണ്. രണ്ട് മെത്തേഡാണ് ഇതിനു വേണ്ടി നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഒന്നറിയാമെങ്കിൽ മറ്റൊരെണ്ണം. ഓക്കെ, അങ്ങനെ രണ്ട് രീതി കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത്. ഇതുപോലത്തെ ക്ലാസ്സുകൾ നമുക്ക് നിങ്ങൾ ഓൺലൈൻ കോച്ചിങ്ങിന് കിട്ടും. നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് ജോയിൻ ചെയ്യാം. കുട്ടികളൊക്കെ ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു അവസരമാണ്. ഈ എക്സാമിനുള്ള ടൈമിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലെത്താനുള്ള വഴി കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്തേരെ. കമൻറ്റൊക്കെ നമ്മൾ ക്ലാസ് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ബോക്സ് ചെയ്തേക്കണം. അതേപോലെ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്ത് ബെൽ ബട്ടനെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് y = 2 sin x + 1. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് അതിൻ്റെ സാധാരണ മെത്തേഡ്, രണ്ട് മെത്തേഡ് ഉണ്ട് കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളത് ചൂസ് ചെയ്തോ. ഞാൻ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ട്രിഗണോമെട്രി ടേം ആരാ? sin x ആണ്. ഉണ്ടല്ലോ, sin x ഓൾവേസ് ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. sin x എന്ന് പറയുന്നതിൻ്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കായിരിക്കും എപ്പോഴും ലൈ ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ നമുക്ക് വരുത്താം. ഏതാ 2 പിന്നെ ഒരു +1 അതൊക്കെ നമുക്ക് വരുത്താം. സ്റ്റാർട്ടിങ് ഫ്രം sin x. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം -1 ≤ sin x ≤ +1. നെക്സ്റ്റ് നമുക്കിനി ഓരോരുത്തരെ അങ്ങോട്ട് ചേർക്കാൻ പോകണം. ഈ sin x ഒരു × 2 ഇല്ലയോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈങ് ബൈ 2. എല്ലാവരുടെയും 2 കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇതിനെ ഇൻറ്റു ചെയ്യണം, ഇതിനെ ഇൻറ്റു ചെയ്യണം, ഇതിനെ ഇൻറ്റു ചെയ്യണം. 3 പേരെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2 × -1 -2 ≤ 2 × sin x 2 sin x ≤ 2 × 1 2. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 sin x എന്നുള്ള ഇത്രയും ടൈമായി. നമുക്ക് ഫുൾ വരുമ്പോഴാണ് നമ്മുടെ y ആവുന്നത്. ഓക്കെ, y എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഞ്ച് ആണ് കേട്ടോ. y = എന്ന് പറയുമ്പോൾ y-യുടെ വാല്യൂ ആണ് എന്ത്? റേഞ്ച്. എക്സിന് കൊടുക്കുന്നത് ഡൊമൈൻ, y-ക്ക് കിട്ടുന്ന ആൻസേഴ്സ് റേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 sin x എന്നുള്ള ടൈമായി. നെക്സ്റ്റ് ഇനി ഇത് ഫുൾ ആകണമെങ്കിൽ ആരുടെയും കൂടെ ഒരു കുറവുണ്ട്, ഒരു +1 കൂടെ ചേരണം. നെക്സ്റ്റ് ആഡിങ് 1. ഓക്കെ, എല്ലാവരും 1 ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് -2 +1 ≤ 2 sin x +1 ≤ 2 + 1. എല്ലായിടവും 1 ആഡ് ചെയ്തപ്പോൾ -2 + 1 becomes -1 ≤ 2 sin x +1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ക്വസ്റ്റൻ ആയി. ഉണ്ടോ, നമ്മളങ്ങനെ ഫുൾ ക്വസ്റ്റനെ എത്തിക്കണം കേട്ടല്ലോ. നമ്മൾ sin x തുടങ്ങി 2 ചേർത്തു 1 ചേർത്തപ്പോൾ ഫുൾ ക്വസ്റ്റൻ ആയി. അപ്പോൾ നമുക്ക് അതിനെ ആരെന്ന് പേരെടുക്കാം? y ≤ 3. തീർന്നു. Therefore, y lies in between -1 and +3. That means y element of closed interval -1 to 3. That is the range. ഇതൊരു മെത്തേഡ്. ഓക്കെ, മറ്റൊരു മെത്തേഡൂടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മെത്തേഡ് 2. മെത്തേഡ് 2 എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് y = 2 sin x + 1. അവിടെ നമ്മൾ sin x-നെ കണ്ടുപിടിക്കുന്ന രീതി നോക്കണേ. എല്ലാവരും ശ്രദ്ധിക്കുക. y = 2 sin x + 1. അവിടെ നിന്ന് +1 ഇപ്പുറത്ത് വന്നാൽ y - 1 is equal to 2 sin x. From this equation, what is sin x? That is y - 1 by 2. Okay അല്ലേ? 2 sin x = y - 1. Therefore, sin x = 2 താഴോട്ട് വരുമ്പോൾ y - 1 by 2. ഓക്കെ, അപ്പോൾ sin x = y - 1 by 2 എന്ന് കിട്ടി. നമുക്കറിയാം sin x എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഇടയ്ക്കാണ്? -1നും +1നും ഇടയ്ക്കാണ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. ഓക്കെ, sin x lies in between -1 and +1. That is -1 ≤ sin x-ന് പകരം ഇയാളെ കൊടുക്കണം. sin x-ന്റെ വാല്യൂ ആയ y - 1 by 2 ഉണ്ടല്ലോ, ≤ 1. That means -1 ≤ y - 1 by 2 ≤ 1. ഓക്കെ, ഈ sin x-ന്റെ വാല്യൂ അവിടെ കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ഈ y-യെ കണ്ടുപിടിക്കണം. ആദ്യം ഈ 2-നെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. 2-നെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2 × -1 -2 ≤ y - 1 ≤ 2. കണ്ടല്ലോ, എല്ലാവരും ശ്രദ്ധിച്ചേ.
ഈ 2നെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു, ഇങ്ങോട്ട് എന്ത് ചെയ്തു, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ 2 × -1 -2, 2 × +1 ഉണ്ടല്ലോ 1, 2 × 1 2. നെക്സ്റ്റ് അപ്പോൾ താഴെ ഇവിടെ എന്ത് മാത്രമായി, y - 1 എന്ന് മാത്രമായി നടുക. നെക്സ്റ്റ് നമുക്ക് y മാത്രം വരുത്താണെങ്കിൽ -1നെ ഇങ്ങോട്ടും കൊണ്ടുപോകണം, ഈ -1നെ ഇങ്ങോട്ടും കൊണ്ടുവരുമ്പോൾ -2 + 1 ≤ y ≤ 2 + 1 ഉണ്ടോ. നമുക്ക് നടുക്ക് y മാത്രം വരുത്തണമെങ്കിൽ -1 അവിടെ ഉണ്ടാവരുത്. അപ്പോൾ -1നെ ഈ ഇൻഇക്വാലിറ്റി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഈ ഇൻഇക്വാലിറ്റി ഇപ്പുറത്ത് വന്നപ്പോൾ -2 + 1 ≤ y ≤ 2 + 1. That is -2 + 1 becomes -1 ≤ y ≤ 2 + 1 3. നേരത്തെ ആൻസർ തന്നെ കിട്ടിയില്ലയോ, -1 ≤ y ≤ 3. ഇങ്ങനെ ചെയ്യാം. ഇത് ഇത്രയോടെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ. ഇതായിരിക്കും ഇത്രയോടെ നിങ്ങൾക്ക് ഈസി. ഞാൻ 2 മെത്തേഡ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതികൾ കൂടെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. വളരെ ഫാസ്റ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സ്പീഡ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എൻട്രൻസിന്. അത് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള പ്രാക്ടീസാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് മറക്കാൻ ചെയ്തേക്കണം. പിന്നെ നമ്മുടെ കോച്ചിങ് ജോയിൻ ചെയ്യുന്നെങ്കിൽ ഉടൻ തന്നെ വിളിക്കുക. നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ വാട്സപ്പ് മെസ്സേജ് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ് കാണുന്നവരെ ബൈ.